വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും കൂട്ടം കൂട്ടമായിട്ട് ഈ വിശുദ്ധ ഗേഹത്തിലേക്ക് ജനങ്ങൾ തടിച്ചു ചെല്ലുന്നതാണ്. എന്തിനാണ് ഇബ്രാഹിമെ അവർ തടിച്ചു ചെല്ലേണ്ടത്? എന്തിനാണ് അവർ ഉംറയ്ക്ക് വരേണ്ടത്? എന്തിനാണ് അവർ ഹജ്ജിന് വേണ്ടി വരേണ്ടത്? ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവരുടെ ഇഹപരലോക സമ്പാദ്യങ്ങളെ അവർക്ക് ഇഹത്തിലും പരത്തിലും നേടിയെടുക്കേണ്ടതായ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമായ ആ നേട്ടങ്ങളെ, സമ്പാദ്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ടുപഠിച്ച് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാൻ വേണ്ടിയാണ്. ഇതാണ് ഇവിടേക്ക് എത്തണമെന്ന ലക്ഷ്യം ഉണ്ടോ? ഇത് നാട്ടിൽ നിന്ന് വന്നവരാവട്ടെ ഇവിടുന്ന് പോകുന്നവരാവട്ടെ ശ്രദ്ധിക്കണം. ഈ സ്വർണത്തിന്റെ കസവുമാല ധരിച്ച് പട്ടുവസ്ത്രം ധരിച്ച് തലപൊക്കി നിൽക്കുന്ന കാബ, ആ കാബത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ആ കാബയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സാധാരണക്കാരായി ചെല്ലാൻ പാടില്ല. പിന്നെയോ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉംറക്കോ ഹജ്ജിനോ പ്രവേശിച്ചുകൊണ്ട് സ്പെഷ്യൽ ഡ്രസ്സ്, സ്പെഷ്യൽ ശബ്ദം, സ്പെഷ്യൽ നാട്, സ്പെഷ്യൽ അമൽ, എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. ഈ നിങ്ങളെപ്പോലോ അമൽ ചെയ്യാത്ത മുസ്ലിങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് ആർക്കും അത് ചെയ്യാൻ സാധിക്കുന്നതല്ല. അഥവാ ഞാൻ ചെറിയ ഉദാഹരണം പറയാറുണ്ട്. കലിക്കറ്റിൽ വെച്ചിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് മറ്റു അമലുകൾ ചെയ്യുമ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഉംറ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിയത്ത് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിയത്ത് ചെയ്തുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അള്ളാഹ് സെലക്ട് ചെയ്ത പദമാണ് എന്ത്? ലബ്ബൈക്. അതേ സമയത്ത് ലബ്ബൈക് എന്ന പദം നാം സാധാരണ അള്ളാഹിനോട് 5 വക്ത് നമസ്കാരത്തിൽ പറയാറുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളടക്കം വജ്ജഹ്തു അല്ലേ, നാം സാധാരണ അള്ളാഹിനോട് പറയാറില്ലേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഞാൻ നിന്നിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിന്നു, നിന്നിലേക്ക് മുന്നിട്ടു എന്ന് പറയുന്ന ആ തൗഹീദിന്റെ വചനം 5 വക്ത് നമസ്കാരത്തിലും കേരളീയർ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിലൂടെ കർമ്മശാസ്ത്രം പഠിച്ചവരാണല്ലോ കേരളീയർ, അവർ പറയുന്നതായ ആ പ്രാർത്ഥനയാണ് വജ്ജഹത്തു. എന്നാൽ അതല്ല ഇവിടെ അള്ളാഹ് സെലക്ട് ചെയ്തത്. ആർക്ക് വേണ്ടി? ഉംറക്കാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ഹജ്ജ് ചെയ്യുന്നവർക്ക് വേണ്ടി. എന്താണ്? ലബ്ബൈക് എന്ന പദമാണ്. അപ്പോൾ അവര് അള്ളാഹിന്റെ ദൃഷ്ടിയിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഡ്രസ്സ്, പ്രത്യേക പദം, പ്രത്യേക നിയ്യത്ത്, പ്രത്യേക നാട്, പ്രത്യേക അന്തരീക്ഷം, പ്രത്യേക അമല്. അവർ ചെയ്യുന്ന അമലും മറ്റാരും ചെയ്യാത്ത അമലാണ്. അഥവാ ലോകത്ത് എവിടെയുണ്ട് തവാഫ്? എവിടെയുമില്ല. ആരെങ്കിലും ചെയ്താലോ കാഫറായി. ആരെങ്കിലും വേറെ ഒരു പള്ളിയെ, വേറൊരു ഖബറിന്, വേറൊരു സ്ഥലത്തെ തവാഫ് ചെയ്താൽ ആളുമാറി, ശേഖരനായി, മമ്മദാജി. എന്തേ? കഅബത്തിനെ അല്ലാതെ. ഞാൻ നേരത്തെ ഓതി കളിപ്പിച്ച ആയത്തിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹ് പറയുന്നു, ഫല്യതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്. ബൈത്തുൽ അതീഖ് എന്ന ആ മഹാഗേഹത്തെ അവർ കറങ്ങട്ടെ, അവരതിനെ തവാഫ് ചെയ്യട്ടെ. നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചതുപോലെയുള്ള ഒരു കൽപ്പനയാണത്. അപ്പോൾ ആ സ്പെഷ്യൽ വീടിനെ അള്ളാഹ് മനുഷ്യരാശിയുടെ നന്മക്ക് വേണ്ടി, അതല്ല ഹിദായത്തിന് വേണ്ടി ആദ്യമായി ഭൂമിയിൽ സ്ഥാപിച്ച, ഭൂമിയുടെ മധ്യത്തിൽ സ്ഥാപിച്ച ഒരു വീടിന്റെ പേരാണ് എന്ത്? വിശുദ്ധ മസ്ജിദുൽ ഹറാം അഥവാ വിശുദ്ധ കഅബ. ആ വിശുദ്ധ കഅബയെ കറങ്ങാൻ വേണ്ടി ചെല്ലുന്ന നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബസ് കിട്ടി, ഫ്രീ കിട്ടി, പോകാൻ ചാൻസ് കിട്ടി. അവിടെ ഒരാൾ അനൗൺസ് ചെയ്തു, ഇവിടെ അനൗൺസ് ചെയ്തു. ഇവിടെ മദീനത്ത് പലയിടങ്ങളിലും, സൗദി അറേബ്യയിൽ പലയിടങ്ങളിലും റമദാനായി കഴിഞ്ഞാൽ മുഹ്സിനീങ്ങളായ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സുഊദികളും അല്ലാത്തവരുമായ പലരും ഇങ്ങനെ ഉംറയ്ക്ക് വേണ്ടി ആൾക്കാരെ കൊണ്ടുപോകും. അപ്പോൾ ചാൻസ് കിട്ടുന്നവർ കയറും, എന്നിട്ട് മടങ്ങി വരും. എന്തിനാണ് പോയത്? എന്താണ് ഉദ്ദേശം? എന്തിനാണ് അള്ളാഹ് എന്നെ അവിടേക്ക് എത്തിച്ചത്? ഈ എന്നേക്കാൾ കഴിവുള്ള, കൽപ്പുള്ള, എന്നേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള എത്ര കോടീശ്വരന്മാര് ലോകത്തിലുണ്ട്. അവർക്കെന്താ ഈ ചാൻസ് നൽകാതെ? എന്നെ എന്തിനാണ് ഈ മഹാഭാഗ്യം നൽകിയും കൊണ്ട് ഈ പുണ്യ ഭൂമിയിലേക്ക് എത്തിച്ചത്? വെറുതെയല്ല. പിന്നെയോ ഉത്തരവാദിത്തം തലപ്പത്തി കയറ്റി വെക്കാനാണ്, മറ്റുള്ളവർക്ക് മാതൃകയുള്ള ആളായി ജീവിക്കാനാണ്. നിങ്ങളൊക്കെ ഇവിടെ ഉംറ ചെയ്ത ശേഷം, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത ശേഷം നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ തന്നെ മദീനത്ത് താമസിക്കുന്ന ആൾ, മക്കയിൽ താമസിക്കുന്ന ആൾ എന്ന പേരിൽ വല്ലരും കേരളത്തിൽ നിന്ന് കണ്ടാൽ, സഹാബാക്കളെ നോക്കും പോലെ നോക്കാം. നമ്മെ നോക്കൽ സഹാബാക്കളെ നോക്കും പോലെയാണ്.
എന്നിരിക്കുമ്പോൾ നാം ഏത് രൂപത്തിലാണ് അവരുടെ മുമ്പിൽ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പലരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭൂമി കണ്ട, ഈ ഭൂമിക്ക് സന്ദർശിച്ച, ഈ ഭൂമിയിൽ കറങ്ങിയ, ഈ ഭൂമിയിൽ നിന്നിട്ട് പാഠം പഠിച്ച ഒരു മഹാപണ്ഡിതനാവേണ്ട മനുഷ്യനാണെന്ന് ജനങ്ങൾ ഗണിക്കുന്ന മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ആജിമാരോട് പറയാറുള്ളത് പോലെ എന്ന ആ മഹാഖേദകരമായ ദുഃഖകരമായ ശൈലിയാണ് അവരിൽ ഉണ്ടാവാറുള്ളത്. അതെന്താണ്? അള്ളാഹ് പറയുന്നു, ഒരാള് പുണ്യഭൂമിയിൽ വന്ന ശേഷമോ അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യം പഠിച്ച ശേഷമോ എന്നിട്ട് ജനങ്ങൾക്ക് മാതൃകയായി ജീവിക്കേണ്ട മനുഷ്യനായ ശേഷം പിന്നെ ആ മാതൃക ഉൾക്കൊള്ളാതെ മനുഷ്യന്മാരുടെ മുമ്പിൽ കോന്തനായി, പിടിയനായി, ഇടിയനായി, കുടിയനായി, താൻ തോന്നിയായി ജീവിക്കുകയാണെങ്കിൽ അവൻ പരലോകത്തിലേക്ക് വരുന്ന വേളയിൽ അള്ളാഹ് പറയുന്നു, അവൻ എങ്ങനെയാണ് വരിക? അവർ ചെയ്ത പാപങ്ങൾ പേറി വരും. അവർ അറിവില്ലാത്തത് കാരണത്താൽ അവരുടെ കോലം കണ്ട്, അവരുടെ ജീവിതം കണ്ട്, ഓ മക്കയിൽ പോയ മനുഷ്യരല്ലേ, അയാളിപ്പോ സ്വബീക്ക് ചെന്നിട്ടില്ല ഹറമിലേക്ക്, പള്ളിയിലേക്ക്, നിസ്കാരത്തിലേക്ക്. അയാള് നിസ്കരിക്കാൻ പിന്തിയിട്ടുണ്ടെങ്കിൽ മക്കയിൽ പോകാത്ത ഞാൻ നിസ്കരിച്ചിട്ടെങ്കിൽ തന്നെ എന്താ വരാ എന്നാ വെക്കുക. അപ്പോഴോ അവന്റെ തെറ്റ് നിന്റെ ലിസ്റ്റിൽ, അവന്റെ തെറ്റ് നിന്റെ ലിസ്റ്റിൽ. ശ്രദ്ധിക്കണം, നമ്മുടെ ചെയ്യലല്ല മുഖ്യം, ഹജ്ജ് ചെയ്യലല്ല മുഖ്യം. പുണ്യഭൂമിയിൽ അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ചതായ ചിഹ്നങ്ങളെ ആദരിക്കാൻ വേണ്ടി അള്ളാഹ് എന്തിനു കൊണ്ടുവന്നത്? ആ ആദരണീയതയ്ക്ക് ശേഷം പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനിവാര്യമായ സ്പെഷ്യലായി നിങ്ങൾ പറയേണ്ട പദം അതെന്താണ്? മക്കയിൽ, പണ്ട് മക്കയെ ഈ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയ സന്ദർഭത്തിൽ ഖുർആന്റെ തത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മക്കയിൽ വെച്ചിട്ട് 13 കൊല്ലം പാടുപെട്ടു. എത്ര? 13 കൊല്ലം പാടുപെട്ടു. വിവരമുണ്ടോ? 13 കൊല്ലത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 40 കൊല്ലം നുബുവത്തിന് മുമ്പ് ജീവിച്ച നാട്ടിൽ ഈ പ്രഖ്യാപനം പ്രഖ്യാപിച്ച ശേഷം 40 കൊല്ലം ജീവിച്ചപ്പോൾ കൊള്ളുന്ന മനുഷ്യൻ, സത്യമല്ലാതെ പറയാത്ത മനുഷ്യൻ, കളവ് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യൻ, വിശ്വസ്തനായ മനുഷ്യൻ, അമീനായ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ വിളിച്ച മനുഷ്യന്മാർ, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ആദരിച്ച മനുഷ്യന്മാർ, അള്ളാഹു ഏകൻ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം അറിവ്, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം മരണം എന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പദത്തിന്റെ തത്വം ആ മക്കക്കാരോട് റസൂൽ പറഞ്ഞപ്പോൾ ഭ്രാന്തൻ, മാരണക്കാരൻ, കള്ളൻ, തോന്നിവാസി, മാനസിക രോഗി എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞു വിട്ടാ തരക്കേടില്ല. പോരാത്തതിന് വീട് വളഞ്ഞു, എറിഞ്ഞു, അടിച്ചു, ഇടിച്ചു. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന പടുവിഡ്ഢി റസൂലുള്ളാഹിന്റെ മുഖം നോക്കിയിട്ട് ഒരവസരത്തിൽ ഥു എന്ന് തുപ്പിക്കളഞ്ഞ വാർത്ത കേട്ടിട്ടുണ്ടോ കൂട്ടരെ? എത്ര കൊല്ലമായി മക്കത്തും മദീനത്തും ഞാനും നിങ്ങളും താമസിക്കുന്നു. ഈ റസൂലുള്ളാഹിന്റെ മുഖം നോക്കിയിട്ട് നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ, എല്ലാ ഇനങ്ങളിലുള്ള കഷ്ടതകൾ, എല്ലാ നബിമാരും അനുഭവിച്ച കഷ്ടതകൾ അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഖം നോക്കിയിട്ട് മുഖത്തേക്ക് തുപ്പിക്കളഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇത്രയെല്ലാം മനക്കെട്ട മതത്തിന് വേണ്ടി, അവർ കൊണ്ടുവന്ന ആദർശത്തിന് വേണ്ടി ഞാനെന്ത് കാട്ടി, ഞാനെന്ത് ചെയ്തു, ഞാൻ 2 റക്അത്ത് സുബ്ഹി നിസ്കരിക്കാൻ വരെ ഉണരാതെ ഉറങ്ങിയതാണല്ലോ, അല്ലെങ്കിൽ ആ കടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ കൃത്യസമയത്ത് ഉണരണമെന്ന ബോധം എനിക്കുണ്ടായില്ലല്ലോ. ഫിലിം കണ്ടിട്ടോ, അല്ലെങ്കിൽ സെക്സ് ഫിലിം കണ്ടിട്ടോ, അല്ലെങ്കിൽ തോന്നിവാസം ചെയ്തിട്ടോ, അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയിട്ടോ പുണ്യഭൂമിയിൽ വരെ ഞാൻ ജീവിച്ചു പോയല്ലോ എന്ന ഖേദവും ദുഃഖവും പറഞ്ഞുകൊണ്ട് വിരലല്ല കൈ കടിക്കേണ്ട കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ സന്ദർഭത്തെക്കുറിച്ച് ഓർത്ത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഉംറ. എന്തിനാണ് ഉംറ? എവിടുക്കാ നിങ്ങൾ ചെല്ലുന്നത്? അള്ളാഹു റസൂൽ നാട്ടിൽ കഅബത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. തവാഫ് മാത്രം ചെയ്യല്ല, തവാഫ് ചെയ്യുന്നതോടൊപ്പം ഒന്ന് ഓർക്കണം, അള്ളാഹു റസൂൽ ഇവിടെ പണ്ട് കറങ്ങിയപ്പോൾ റസൂലുള്ളാഹിനെ പിടികൂടി മക്ക കാഫിറുകൾ ഇടിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ കണ്ടതായ ഹിജ്ർ ഇസ്മായിലിന്റെ പരിസരത്ത് എത്തിയപ്പോൾ നിലംപതിച്ചു റസൂലുള്ളാഹ്. നിലംപതിക്കാണ് റസൂലുള്ളാഹ് അടികൊണ്ടിട്ട്. അടികൊള്ളന് ആനത്തടിയന്മാരായ ആ ഇസ്ലാമിന്റെ മുൾച്ചടികളായ ഉത്ബത്ത്, ശൈബത്ത്, റബീഅ, അബൂജഹൽ പോലത്തതായ ആ പടുവെട്ടികൾ അടിച്ച് അവസാനം കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി നിലം പതിപ്പിച്ചു.
അങ്ങനെയുള്ള വിശുദ്ധ ആ കഅബത്തിന്റെ പരിസരത്തിലല്ലേ ഞാനിപ്പോൾ ധൈര്യസമേതം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറയുന്നത്? ഏകദൈവ വിശ്വാസം പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം പ്രാർത്ഥനയായിരിക്കണം. ലോകത്ത് കാക്ഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോടും ജിന്നുകളോടും അല്ല വസ്തുക്കളോടും വ്യക്തികളോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന തത്വം പാടില്ല എന്ന് റസൂലുള്ള പറയാൻ വേണ്ടി മനക്കടിനെ കുറിച്ച് പ്രയാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണോ ആണടി നിന്നെയും എന്നെയും അവിടെ അള്ളാഹ് കൊണ്ടുവരുന്നത്. അതാണല്ലോ പറഞ്ഞത്, ഹാജിമാരെ ഹജ്ജുമ്മമാരെ നിങ്ങൾ സമ്പാദിക്കുക പുണ്യഭൂമിയിലൂടെ, സമ്പാദിക്കുക സഫയിലൂടെ, സമ്പാദിക്കുക മറുവയിലൂടെ, സമ്പാദിക്കുക കാബത്തിലൂടെ, സമ്പാദിക്കുക സംസമിലൂടെ, സമ്പാദിക്കുക ഹജറുൽ അസ്വദിലൂടെ, സമ്പാദിക്കുക മഖാം ഇബ്രാഹിമിലൂടെ, അള്ളാഹിന്റെ ചിഹ്നങ്ങളിലൂടെ സമ്പാദിക്കേണ്ട ഭാഗം സമ്പാദിച്ചുകൊണ്ട് ഈമാനിന് മുതൽക്കൂട്ടുണ്ടാവുക. ഉംറ കഴിയുമ്പോൾ ആള് മാറണം. ഏത്? ഈ ഇസ്ലാമിന് വേണ്ടി, ഈ തൗഹീദിന് വേണ്ടി, ഈ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ കണ്ണിലുണ്ണിയായ എൻ്റെ നേതാവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഭൂമിയിൽ വെച്ചിട്ട് പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ, ശകാരം കേട്ടിട്ടുണ്ടെങ്കിൽ, ഇടി കൊണ്ടിട്ടുണ്ടെങ്കിൽ, നാട് കിടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ടോ നിന്നോ ഇല്ല. മദീനത്ത് വന്നപ്പോൾ സൗകര്യമായി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി നേതാവായി കഴിഞ്ഞുകൂടിയതാണോ? അല്ല. മദീനത്ത് വന്നപ്പോൾ 10 കൊല്ലം എൻ്റെ മുമ്പിൽ നാട്ടിൽ നിന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി വന്ന സദസ്യരെ കാണുന്നുണ്ട്. അവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. നാം കാണുന്ന മദീനയിലേക്ക് റസൂലുള്ള വന്ന ശേഷം ഇവിടെ കുടിലിലാണ് താമസിച്ചത്. എവിടെ? കുടിലിൽ. റസൂലുള്ളാഹിന്റെ വീടുകളുടെ പേര് ഖുർആൻ എന്താ പറഞ്ഞത്? കുടിൽ. മനസ്സിലായില്ലേ? ഹുജുറാത്ത്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തുൽ ഹുജുറാത്ത്. എന്താ അതിന്റെ അർത്ഥം? കുടിലുകളുടെ സൂറത്ത്. എന്താ കുടിലുകൾ? റസൂലുള്ളാഹിന്റെ വീട് 9 ഭാര്യമാർക്ക്, ഓരോ ഭാര്യക്കും 5 മുഴം അകലവും 6 മുഴം നീളവുമുള്ളതായ റൂമാണ്, ഒരു കട്ടിൽ വെക്കാനുള്ള സ്ഥലം. അങ്ങനെയുള്ള 9 വീടുകൾ ഉണ്ടായിരുന്നതിന്റെ പരിസരത്തിലാണ് ഇപ്പോൾ റസൂലുള്ളാഹി വഫാത്തായിട്ട് 800ഓളം കൊല്ലം കഴിഞ്ഞ ശേഷം ഖാലഊനുസ് സാലിഹിയ്യ എന്ന രാജാവ് ഉണ്ടാക്കിയതായ ആ ഖുബ്ബ ആകൃതിയിലുള്ളതായ കെട്ടിടം. അന്ന് കോൺക്രീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഖുബ്ബ. കോൺക്രീറ്റ് ഇല്ലാതിരിക്കുമ്പോൾ വിശാലമായ സ്ഥലത്തെ വിലയും ചെയ്തുകൊണ്ട് ഒരു കെട്ടിടം കെട്ടിയാൽ ഖുബ്ബ ആകൃതിയിൽ അല്ലെങ്കിൽ തകർന്നു പോകും. അതുകൊണ്ടാണ് ആ ഭാഗത്തെ ഖുബ്ബ ആകൃതിയിലായ വിലയും ചെയ്തത്. അത് ആ കാലഘട്ടത്തിലുള്ള കലയാണ് ലോക മുസ്ലിങ്ങളുടെ. അതുകൊണ്ടാണ് താജുമാൾ ഖുബ്ബ ആകൃതി. അതുപോലെ തന്നെ ജാമിഉൽ ഉമവി എന്ന് പറയുന്ന മസ്ജിദുൽ ജാമി എന്ന ഞാൻ കണ്ട പള്ളിയാണത്. അത് ഡമസ്കസിലുള്ള പള്ളി. അത് ഖുബ്ബ ആകൃതി. അപ്രകാരം തന്നെ അസ്ഹർ സർവകലാശാല, അതും ഞാൻ ചെന്ന സ്ഥലമാണ്, അതും ഖുബ്ബ ആകൃതിയാണ്. അതുപോലെ തന്നെ ഖൈറവാൻ ട്യൂണീഷ്യ, ഇതെന്താണ്? ആ ഖുബ്ബ ആകൃതിയിൽ കെട്ടാനുള്ള കാരണം പറയുന്നു. അതും മദീനത്ത് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കണം. എന്ത്? റസൂലുള്ളാഹിന്റെ ഖബർ, അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, അവരുടെ ഖബർ, അതൊക്കെ കെട്ടിപ്പൊക്കപ്പെടാത്ത മണലിൽ സ്ഥിതി ചെയ്യുന്നു. അതിനെ വിലയും ചെയ്തുകൊണ്ട് വൻ മതിലുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് 6 കൊല്ലം വർക്ക് ചെയ്ത ആളാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയല്ല. നിങ്ങൾ സലാം പറയാൻ പോകുമ്പോൾ, സലാം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു പോലീസും ഒരു മൗലവി നിൽക്കുന്ന കാണാം. ആ മൗലവിയായിട്ട് 6 കൊല്ലം അവിടെ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഈ പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മനസ്സിലാക്കരുത്. അതുകൂടി പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ കെട്ടിപ്പൊക്കപ്പെടാതെ ആ മണലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ഖബറുകൾ, 3 ഖബറുകളെ വിലയും ചെയ്തുകൊണ്ട് 5 കോണുള്ള വൻമതിലുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന കഅബം പോലത്തെ 4 കോണാണ് കഅബം, കരിങ്കല്ല്. അതുപോലെ 5 കോണുള്ള കരിങ്കല്ല് കൊണ്ട് വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ വിരിയിട്ടിട്ടുണ്ട്. ആ വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണാം. അതിൻ്റെ പരിസരവും ആ സ്ഥലവും ഉൾക്കൊള്ളുന്ന റസൂലുള്ളാഹിന്റെ 9ഓളം ഭാര്യമാരുടെ വീടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഹുജുറാത്ത്. ആ ഹുജുറാത്തുകളുടെ മീതെയാണ് എന്തുള്ളത്? പച്ചക്കുബ്ബയുള്ളത്. അത് റസൂലുള്ളാഹി വഫാത്തായിട്ട് 7 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം 8ാമത്തെ നൂറ്റാണ്ടിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ 7ാമത്തെ നൂറ്റാണ്ടിന്റെ സമാപനത്തിലോ സ്ഥാപിക്കപ്പെട്ടതും ആണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞു വന്നത്? മദീനയിൽ വന്നു പോകുന്ന സന്ദർശകരായ എല്ലാവരും പഠിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി മദീനത്ത് വന്നിട്ട് കുടിലുകളിലാണ് താമസിച്ചത്, കൊട്ടാരത്തിലല്ല. എന്നിട്ട് ആ കുടിലുകളിൽ താമസിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് താമസിക്കാൻ സൗകര്യം ഉണ്ടായോ? വിശ്രമിക്കാൻ സൗകര്യം ഉണ്ടായോ? ഇല്ല. പിന്നെയോ റസൂലുള്ളാഹി 10 വർഷത്തിലൂടെ 70ഓളം പോരാട്ടം നടത്തി. എത്ര? 70ഓളം പോരാട്ടം നടത്തി. അതിൽ 28ഓളം പോരാട്ടത്തിൽ റസൂൽ സ്വന്തം പങ്കെടുത്തു. അതിൽ പെട്ടതാണ് ഉഹദ്, അതിൽ പെട്ടതാണ് ബദർ യുദ്ധം നടന്ന ദിവസങ്ങൾ വിട്ടുകടന്നു നമ്മുടെ മുമ്പിൽ. അതൊക്കെ നാം
പറയേണ്ട പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം നാം ഇവിടെ ബിസിനസ്സുമായി, വ്യാപാരവുമായി, റബ്ബർ തോട്ടവുമായി, മാരുതി കാറുമായി, ദുനിയാവുമായി, പെണ്ണുമായി, ഭാര്യയുമായി, മക്കളുമായി, സന്താനവുമായി ജീവിക്കുന്ന വേളയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതായ സന്ദർഭത്തിൽ മക്കക്കാര് കല്ലിക്കരട് കാഞ്ഞരക്കൊറ്റു മുതൽ മുള്ളുമുറുട് മൂർക്കം പാമ്പ് വരെയുള്ള വസ്തു വ്യക്തി പൂജ നടത്തിയ മനുഷ്യന്മാരായിരുന്നു ജീവിച്ചിരുന്നത്. കാട്ടാളന്മാരായി അവർ ജീവിച്ച കാലഘട്ടത്തിൽ അള്ളാഹിലേക്ക് മാത്രം അവരെ ക്ഷണിക്കാൻ, അള്ളാഹിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ തിരുത്താൻ, എന്നിട്ട് ഈ കഅബത്തിന്റെ അകത്ത് നിങ്ങൾ നിക്ഷേപിച്ച 360 ബിംബങ്ങളെ തകർത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, ആ ബിംബങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ. അപ്പോൾ ആ ബിംബങ്ങൾ ഒരുപക്ഷെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ബിംബം അവിടെയുണ്ട്, ബുഖാരിയിലുള്ളതുപോലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ബിംബം അവിടെയുണ്ട്, ബുഖാരിയിലുള്ളതുപോലെ. ലാത്ത ഉസ്സ പോലത്തവരുടെയും അപ്രകാരം എന്ന ബിംബങ്ങളുടെ പേരുകളൊക്കെ ബുഖാരിയിൽ കാണാം. അത് ഖുർആനിലുമുണ്ട്. സൂറത്തു നൂഹ് എന്ന സൂറത്തിൽ ആ മഹാത്മാക്കളാകുന്ന സാലിഹീങ്ങളുടെ പേരിൽ അവിടെ പ്രതിമകൾ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഉംറക്ക് പോകുന്നു, മക്കയിലേക്ക് കടക്കുന്നു, മക്കയിൽ കടന്നതിൻ്റെ ശേഷം തവാഫ് ആരംഭിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് റസൂലുള്ളാഹി ഇഹ്റാം കെട്ടിയ സ്ഥലത്തു നിന്നാണ് ഇഹ്റാം കെട്ടുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതെ, ഭാഗ്യവാന്മാരാണ്. പൻസാരക്കുന്നിൻ്റെ മുകളിൽ തേൻ മഴ വർഷിച്ചതുപോലെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗ്യങ്ങൾ കിട്ടുന്നവരാരുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളെപ്പോലത്തെ അള്ളാഹ് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഇവിടെ നിന്ന് ഇടയ്ക്കിടെ ഉംറ ചെയ്യാൻ, ഇടയ്ക്കിടെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്നത് അസാധാരണ ഭാഗ്യമാണ്. പല മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മുഴുവനും കരഞ്ഞ് 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 ഒന്ന് മക്കയിലേക്ക് എത്തിക്കണം, ഒന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് എത്തിക്കണം എന്ന് പൂതി വെച്ച് അവസാനം ചാൻസ് കിട്ടാതെ മരിക്കുന്ന കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് നിങ്ങൾ അള്ളാഹ് സെലക്ട് ചെയ്തത്. എത്ര മഹാഭാഗ്യവാന്മാരാണ് നിങ്ങൾ! എത്ര അള്ളാഹ് ടാക്സ് അടക്കണം, എത്ര കാലം നിങ്ങൾ സുജൂദിൽ കിടക്കണം, എത്ര കാലം നിങ്ങൾ അള്ളാഹിന്റെ നിർബന്ധ കൽപ്പനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കണം, എത്ര കാലം നിങ്ങൾ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിച്ചു എന്ന് പ്രീതിപ്പെടുന്ന രൂപത്തിലാവാൻ വേണ്ടി പാടുപെടണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അങ്ങനെ നിങ്ങൾ മദീനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഇഹ്റാം കെട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് ഇഹ്റാം കെട്ടുന്നു. അതാണ് അബിയാർ അലി അല്ലെങ്കിൽ ബീർ അലി എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന പണ്ടത്തെ ദുൽഹുലൈഫ. ആ ദുൽഹുലൈഫയിൽ വെച്ചിട്ട് നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സൗദി ഗവൺമെന്റിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തൗഹീദ് സ്ഥാപിച്ചത് കാരണത്താൽ, അഥവാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം മരണം, അള്ളാഹ്ക്ക് മാത്രം അറിവ്. ഇത് ഖുർആന്റെ മെയിൻ തത്വമാണ്. ഇന്ന സലാത്തി എന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും എന്റെ നേർച്ച വഴിപാടുകളും അറിവുകളും എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്. അതിൽ ആരെയും ഞങ്ങൾ പങ്കുചേർക്കുന്നതല്ല, പങ്കുചേർക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ അവസാനം നാം പറയുന്നു ബിദാലിക ഉമിർതു, ഇത് പ്രഖ്യാപിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അതുകൊണ്ടാണ് മുസ്ലിമായത്. ഞാൻ ഇത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ല. അങ്ങനെയുള്ള തൗഹീദിന്റെ മജ്ജയാകുന്ന ആ മഹാഭാഗങ്ങൾ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ സ്ഥാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽഹുലൈഫയിൽ വെച്ചിട്ട് ഇഹ്റാം കെട്ടിയത്. റിപ്പോർട്ടകൻ ജാബിറാണ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സംഭവം ബുഖാരിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കൊണ്ട് മഹാനായ റസൂലുള്ളാഹ് ഹജ്ജിലേക്ക് അല്ലെങ്കിൽ ഉംറയിലേക്ക് കടന്നു. എന്തുകൊണ്ട് കടന്നു? തൗഹീദുമായി കടന്നു. എന്തേ? റസൂലുള്ളാഹ് പറഞ്ഞത് എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. നിനക്ക് മറുപടി നൽകി ഞങ്ങൾ വന്നു. നിന്നെ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിന്നെ ലക്ഷ്യം വെച്ചിട്ടല്ലാതെ ഞങ്ങൾ വരുന്നില്ല. നിന്നെ മാത്രമല്ലാതെ ആരാധനയിലും പ്രാർത്ഥനയിലും ലക്ഷ്യം വെക്കാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ കൂടെ ഇതിൽ ആരെയും ഞങ്ങൾ പങ്കുചേർക്കുന്നതല്ല. ഒരു മഖ്ലൂഖിനെയും ഒരു ജിന്നിനെയും ഒരു മലക്കിനെയും ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഞങ്ങൾ പങ്കുചേർക്കുന്നതല്ല എന്ന് ഒരു പ്രാവശ്യമല്ല, നാം വജ്ഹത്തുൽ പറയും പോലെ തന്നെ 2 പ്രാവശ്യമാണ് പറയുന്നത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക
സർവസ്തുതി ഞങ്ങൾ ഈ ചെയ്യുന്നതായ അമലിന്റെ ബേക്കിൽ ഞങ്ങൾക്ക് ത്രാണം തന്നത്, ഞങ്ങൾക്ക് കൽബ് തന്നത്, ഞങ്ങൾക്ക് കഴിവ് തന്നത്, ഞങ്ങൾക്ക് കാശ് തന്നത്, ഞങ്ങൾക്ക് ചാസ് തന്നത്, ഇതെല്ലാം ആരാണ്? റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു, ഇന്നൽ ഹംദ സർവസ്തുതിക്കർഹൻ വന്നഅമത ലക, എല്ലാ അനുഗ്രഹത്തിന്റെ ഉടമ അത് നീയായതുകൊണ്ട് സ്തുത്യർഹൻ നീ മാത്രമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. എന്നും നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ പറയുമ്പോൾ സൗദി അറേബ്യയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയാൽ, ഉംറയ്ക്ക് വരാൻ ചാൻസ് കിട്ടിയാൽ, ഹജ്ജിന് വേണ്ടി വരാൻ ചാൻസ് കിട്ടിയാൽ പറയുന്ന അൽഹംദുലില്ലാ മറ്റുള്ളവർ പറയുന്ന അൽഹംദുലില്ലാ പോലെയല്ല. അർത്ഥത്തിൽ ഗാംഭീര്യതയുണ്ട്, അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്, കൊഴുപ്പുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 വക്ത് നമസ്കാരം നമസ്കരിക്കാൻ ചാൻസ് തന്ന ശേഷം, നോമ്പ് നോക്കാൻ ചാൻസ് തന്ന ശേഷം, സക്കാത്ത് കൊടുക്കാൻ ചാൻസ് തന്ന ശേഷം, എനിക്ക് ഈ വിശുദ്ധ മതത്തിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തെ തൂണാകുന്ന ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ചാൻസ് തന്നതായ റബ്ബേ ലക്കൽ ഹംദു, നിനക്കാണ് സ്തോത്രം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം കൂടിയില്ലേ? അർത്ഥം വർദ്ധിച്ചില്ലേ? ഇത് ഉൾക്കൊള്ളണം. എന്നും നിസ്കരിക്കുമ്പോൾ ഈ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ എന്തുണ്ടാകും? ആസ്വാദനം ഉണ്ടാകും. നാം എന്തേ നിസ്കരിക്കുമ്പോൾ ആസ്വാദനമില്ലാത്ത കോഴി ഗോതമ്പ് തിന്നുന്ന രൂപത്തിൽ ആണ് പലരുടെ നിസ്കാര ശൈലി. ഇമാമു മുമ്പിൽ ഇല്ലെങ്കിൽ മൂപ്പര് പെട്ടു. എപ്പോഴും സഹുവിന്റെ സുജു തന്നെ. എന്തേ? മൂപ്പര് അശ്രദ്ധരായിട്ട് നിസ്കരിക്കുക. ഇമാമു മുമ്പിലുള്ളത് കൊണ്ടാണ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. അങ്ങനെയുള്ള സൈസ് നമസ്കാരമാണ് നമ്മുടെ നിസ്കാരം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ നാം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ സൗദി ഗവൺമെന്റിന്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹ് തൗഹീദ് ഈ നാട്ടിൽ അവർ സ്ഥാപിച്ചത് കാരണത്താൽ അവർക്ക് ഇവിടെ ഹിജ്റ റോഡ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം നൽകി. ഞാൻ 46 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഹിജ്റ റോഡില്ല. ഹിജ്റ റോഡ് ഇപ്പോൾ ഒരു 20-25 കൊല്ലം മുമ്പ് വന്നതാണ്. ഈ ഹിജ്റ റോഡ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനക്കെട്ട് ബുദ്ധിമുട്ടി 13 കൊല്ലത്തോളം പ്രബോധനം ചെയ്തിട്ട് അടിയും ഇടിയും കൊണ്ട റസൂല്, കല്ലേറ് കൊണ്ട റസൂല്, മക്കയോട് വിടവാങ്ങേണ്ടതായ ചുറ്റുപാടുണ്ടായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ സാധാരണ മക്കക്കാര് വന്നിട്ട് പരിചയമില്ലാത്ത വഴി ഏതാണെന്നറിയുന്ന ഒരു മുസ്ലിം റസൂലുള്ളാഹിന്റെ കൂടെയില്ല. അഥവാ മുസ്ലിങ്ങളായ കൂട്ടത്തിൽ ആ വഴി അറിയുന്ന ആളില്ല എന്നതുകൊണ്ട് ഒരു കാഫറായ മനുഷ്യരെ സഹായം തേടിയും കൊണ്ടാണ് ആ വഴിയിൽ കൂടി റസൂലുള്ളാഹി ഹിജ്റ വന്നത്. നിങ്ങൾ ഹിജ്റയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ഹിജ്റ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി ഹിജ്റ വന്നപ്പോൾ ആമിർ ഇബ്നു ഫുഹൈർ കൂടെയുണ്ട്, അതിനു മുമ്പ് അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, അതോടൊപ്പം വേറൊരു അബ്ദുള്ളയുണ്ട്. ആ ആളാരാണ്? കാഫറാണ്. ആളാരാണ്? കാഫറാണ്. എന്തേ? മക്കയിൽ അയാളെ റസൂൽ എന്തിനു കൂടെ കൂട്ടി? മുസ്ലിങ്ങളും ഉണ്ടാവല്ലോ, നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാർ. അപ്പോൾ ആ മനുഷ്യൻ അവിടെ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് മക്കക്കാര് സാധാരണ വന്ന് പരിചയമില്ലാത്ത വഴി അറിയുന്ന ആളാണ്. എന്തേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിന്റെ പ്രയാസം, റസൂലുള്ളാഹിക്ക് പ്രയാസപ്പെടേണ്ടി വന്ന് എത്രത്തോളം. റസൂലുള്ളാഹിക്ക് അവരറിയുന്ന വഴിയിൽ കൂടി വരാൻ പറ്റിയില്ല. അവരറിയുന്ന വഴിയിൽ കൂടി വന്നാലോ റസൂലുള്ളാഹിക്ക് ദ്രോഹം കൂടുതലുണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്തിനെ? ഹിജ്റ റോഡിനെ. ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഹിജ്റ റോഡ് എന്ന പേരിൽ റോഡ് ഉണ്ടാക്കിയില്ലേ? 3-4 കാർ ഒരേ സമയത്ത് നിങ്ങൾ ഇപ്പോൾ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന റോഡ്. ആ റോഡ് അത്രയും വിശാലമായ റോഡ്. ഈ റോഡുള്ള സ്ഥലം, ഈ മരുഭൂമി പണ്ടെന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ വരാൻ വേണ്ടി ഉപയോഗിച്ചതായ റൂട്ടായിരുന്നു. ഇതൊക്കെ പഠിക്കേണ്ട ഭാഗമാണ്. എന്നല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാല് കോലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന സമ്പ്രദായം ഉംറ കഴിഞ്ഞാൽ ഉണ്ടാവരുത്. ഉംറ കഴിഞ്ഞാൽ, റംസാൻ കഴിഞ്ഞാൽ പിന്നെ ആള് മാറണം. ഫോഴ്സ് ഉള്ള ഈമാന്റെ ഉടമയെ മാറണം. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല, അള്ളാഹ്ക്കല്ലാതെ അറിവില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതമില്ല. കാരണം ഞാൻ ഉംറ ചെയ്ത ആളാണ്. ഉംറയിൽ ഞാൻ പറഞ്ഞത് റബ്ബേ നിനക്ക് മാത്രം പ്രാർത്ഥന, നിനക്ക് മാത്രം ജീവിതം. ഹജ്ജിൽ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി 63 ഒട്ടകത്തെ റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട തൃക്കൈ കൊണ്ട് അറുക്കുമ്പോൾ എന്ത് പറഞ്ഞു? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഈ 63 പ്രാവശ്യം. ബാക്കിയുള്ള 100ന്റെ പരിപൂർണത അലി ഇബ്നു അബി താലിബ കുറിച്ചത്.
അപ്പോൾ 100ഓളം ഒട്ടകം മിനയിൽ വെച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി അറുത്തു. എന്തേ? മക്കത്ത് അള്ളാഹു അല്ലാത്ത ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും ബിംബങ്ങൾക്കും എല്ലാം അറക്കപ്പെട്ടിരുന്നു. ആ അറക്കപ്പെട്ട നാട്ടിൽ വെച്ചിട്ട് അള്ളാഹ്ക്ക് മാത്രം അറിവ് എന്ന ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് മാത്രമായിരിക്കണം നമസ്കാരം. വൻഹർ, റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം അറിവ് എന്ന ആ ചെറിയ സൂക്തം പരലോകത്തിൽ വന്നു കഴിഞ്ഞാൽ റബ്ബേ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, പഠിച്ചില്ല, കൊണ്ടില്ല, മനസ്സിലാക്കാൻ ചാൻസ് കിട്ടിയില്ല, ഇതിനൊന്നും അള്ളാഹ് വിടൂല. കണ്ടു, കേട്ടു, അറിഞ്ഞു, പഠിച്ചു, ചെറിയ സൂക്തത്തിൽ അള്ളാഹ് വിവരം തന്നു. നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ആരാധന അള്ളാഹ്ക്ക് മാത്രം, അറിവ് അള്ളാഹ്ക്ക് മാത്രം, ജീവിതം അള്ളാഹ്ക്ക് മാത്രം, മരണം അള്ളാഹ്ക്ക് മാത്രം. ബഹുഭൂരിപക്ഷം എന്ത് കാട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല തെളിവ്. തെളിവ് ഖുർആന്റെ കൂടെ, തെളിവ് സുന്നത്തിന്റെ കൂടെ, തെളിവ് മദീനത്തിറങ്ങിയ വഹിയിൽ, തെളിവ് മക്കത്തിറങ്ങിയ വഹിയിൽ എന്നല്ലാതെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വഹി വരലില്ല. വഹി ഇവിടുന്ന് അങ്ങോട്ട് പോക്കാണ്. ഇത് വളരെ ശക്തിയോടുകൂടി മനസ്സിലാക്കേണ്ടതായ ഗൗരവമായ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഉംറ പഠിപ്പിക്കുന്നത് എന്താണ്? തൗഹീദിന്റെ ആ ഏകവചനത്തെ പണ്ട് മക്കക്കാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, പിന്നെന്ത് പറഞ്ഞവർ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം മക്കക്കാരുടെ തൽബിയത്ത്. എന്താ അതിന്റെ അർത്ഥം? നിന്റെ കൂടെ പങ്കുചേർക്കൂല ഞങ്ങൾ ആരെയും, നിന്റെ കൂടെ ഞങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കൂല, നിനക്ക് മാത്രം ആരാധന. പക്ഷേ ഇല്ലാ ശരീകൻ, ഞങ്ങൾ ആദരിച്ച ബഹുമാനിച്ച ഈ കഅബത്തിന്റെ അകത്തുള്ള 360ഓളം ബിംബങ്ങൾ ഉണ്ടല്ലോ, അത് ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും മഹാത്മാക്കളുടെയും ബിംബങ്ങളാണ്. അവരെ ഒഴിച്ച് ഇല്ലാ ശരീകൻ ഹുവ ലക, അവർ നിന്റെ അടിമകൾ തന്നെയാണ്. തംലികുഹു വമാ മലക, നീ കൊടുത്തതല്ലാതെ അവർക്കില്ല, അവരുടെ കൂടെയുള്ള കഴിവൊക്കെ നീ കൊടുത്തതാണ്. എന്നാൽ ഞങ്ങൾ അവരെ വിടൂല, ഞങ്ങൾ അവരോടും നിന്നോടും ഒരുപോലെ വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് മക്കക്കാര് തൽബിയത്തിൽ പറഞ്ഞതുകൊണ്ട് തൽബിയത്തിൽ ചൊല്ലി ഉംറ ചെയ്ത, ഹജ്ജ് ചെയ്ത അബൂജഹലും ഉത്ബത്തും ശൈബത്തും റബീഅത്തും എവിടേക്ക് പോകുന്നു? ജഹന്നമിലേക്ക് പോകുന്നു. ആ തത്വം ഉൾക്കൊള്ളാതെ, ആ പദം പറയാതെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന തൗഹീദിന്റെ വചനം പറഞ്ഞ നാം അല്ലാഹു തൗഫീഖ് ചെയ്താൽ എവിടേക്ക് പോകാം? ആ ഉംറയിലൂടെ, ആ തൽബിയത്തിലൂടെ, ആ ഹജ്ജിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയാണോ ഉംറ, അതിനു വേണ്ടിയാണടി ഉംറ, അതിനു വേണ്ടിയാണോ ഹജ്ജ്, അതിനു വേണ്ടിയാണ് പുണ്യഭൂമിയിലേക്ക് ബുദ്ധിയുള്ളവരായ നേതാക്കളായ, കൊള്ളുന്നവരായ, സാമ്പത്തിക ശേഷിയുള്ളവരായ, കഴിവുള്ളവരായ, കൽപ്പുള്ളവരായ പ്രത്യേക ജനതയെ അള്ളാഹ് കൊല്ലം പ്രതി എവിടേക്ക് വിളിക്കുന്നു? എവിടേക്ക്? പുണ്യഭൂമിയിലേക്ക്. എന്തിനാണ്? ഇവിടെ വരാൻ ചാൻസ് കിട്ടാത്ത മുസ്ലിങ്ങൾക്ക് മാതൃകയുള്ളവരായി നിങ്ങൾ ജീവിക്കണം. ഇവിടുന്ന് പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയാണ് തൗഹീദ് പ്രചരിപ്പിക്കപ്പെട്ടത്, ഇവിടെയാണ് ഖുർആൻ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് ബുദ്ധിപൂജയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂല. ഇതിലെന്ത് പറയുന്നു? അതിലേക്ക് ബുദ്ധിയെ കീഴ്പ്പെടുത്തുക. ശ്രദ്ധിക്കുക. ഇതിലെന്ത് പറയുന്നു? അതിലേക്ക് ബുദ്ധിയെ കീഴ്പ്പെടുത്തുക. ഇതിന്റെ വിശദീകരണമായിട്ട് നമ്മുടെ കണ്ടിലുണ്ണിയായ, ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുഖാരിയിലൂടെ, മുസ്ലിമിലൂടെ സഹീഹായ ഹദീസുകളായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ യോജിപ്പിക്കുക. എന്തിന്? ബുദ്ധിയെ. അതുകൊണ്ടാണ് ബുദ്ധിക്ക് യോജിച്ചതിനെ സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാമെന്ന ആ നീച നികൃഷ്ട ചിന്തകന്മാർ കേരളത്തിലും അല്ലാതെ ഇടത്തും സംസമിനെ അവഗണിച്ചു, സംസമിനെ ചീത്ത പറഞ്ഞു, സംസമിനെ ആക്ഷേപിച്ചു. അള്ളാന്റെ ചിഹ്നങ്ങളെ ഞാൻ പറയാറുണ്ട്. റംളാൻ മാസത്തിൽ ഒരാള് അദ്ദേഹത്തിന്റെ ഈമാന്റെ കുറവ് കാരണത്താൽ നോമ്പ് പിടിക്കാതിരിക്കുക എന്നത് മാസിയത്താണ്. എന്താണ്? ദോഷമാണ്. അതേ സമയത്ത് പകലിൽ ജനങ്ങളുടെ മുമ്പിൽ നോമ്പ് പിടിച്ചിട്ടില്ല എന്നത് പ്രഖ്യാപിച്ച് അതിനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കലോ അത് ചിലപ്പോൾ അവന്റെ ഈമാന് കുന്നുകയറാൻ കാരണമായി തീരും. എന്നതുപോലെ അള്ളാന്റെ ചിഹ്നമാകുന്ന സംസമിനെ, മഖാം ഇബ്രാഹിമിനെ, അള്ളാന്റെ ചിഹ്നമാകുന്ന കഅബത്തെ, ഹജർ അസ്വദിനെ, അള്ളാന്റെ ചിഹ്നമാകുന്ന സഫയെ, മറുവെ, ഇവകളെയെല്ലാം ബഹുമാനിക്കുന്നതിന്, ആദരിക്കുന്നതിന് പകരം അവകളെ അവഗണിച്ചാൽ ആള് മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നാം ഈ നാട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന മഹാതത്വങ്ങളിൽ പെട്ടതാണ്. ഇവിടെയുള്ള നേതാക്കൾക്കും ഇവിടെയുള്ള പണ്ഡിതന്മാർക്കും സിയാറത്തിനോട് വിരോധമില്ല, ഇസ്ലാമിലുള്ളതിനോട് വിരോധമില്ല. ഇസ്ലാമിലില്ലാത്ത നേർച്ചകളും അനിസ്ലാമിക നേർച്ചകളും കബറ് കെട്ടിപ്പൊക്കലുകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അത് ഇസ്ലാമിലില്ല. ആരാണ്ട് ചൂറ് നിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിയാമാര്, സമസ്ത മുസ്ലിയാമാരുടെ കീഴിൽ പള്ളി ദർസിൽ പഠിച്ച ആളാണ് ഞാൻ. അവിടെ പള്ളി ദർസിൽ പഠിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. ആ പഠിക്കാത്ത, ദീനിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക്
നമുക്ക് പാടില്ല എന്നേ ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നുള്ളൂ, ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നുള്ളൂ, ഇവിടുത്തെ നേതാക്കൾ പറയുന്നുള്ളൂ. അത് സാധാരണ ഇവർ പ്രഖ്യാപിക്കാറുള്ള വാർത്തയാണ്. അതുകൊണ്ട് ഇവർ പറയാറുള്ളത് ഞങ്ങളെക്കുറിച്ച് ഒരു വകുപ്പെന്ന് പറയരുത്, ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ സുന്നികൾ ചെയ്യേണ്ടത് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. സുന്നികൾ ചെയ്യാത്ത, ചെവിടനല്ലാത്ത ആൾക്ക് ചെവിടെന്ന് പറയുക, കണ്ണില്ലാത്ത ആൾ കണ്ണെന്ന് പറയുക നമ്മുടെ നാട്ടിൽ എന്നതുപോലെ സുന്നി അല്ലാത്ത ആൾക്ക് സുന്നി എന്ന് പറയാൻ പറ്റൂല. സുന്നി ആവേണമെങ്കിൽ ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം അതെന്താണ്? ഖുർആൻ. അതെന്താണ്? ഈ ഖുർആന്റെ വിശദീകരണമാകുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അതെന്താണ്? മഹാത്മാക്കളാകുന്ന സഹാബാക്കളുടെ ജീവിതം. അതെന്താണ്? നമ്മുടെ നേതാക്കളായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് മുമ്പ് അബൂ ഹനീഫ, അതുപോലെ തന്നെ മാലിക് ഇമാം, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഹംബൽ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തൊക്കെ ഇവിടെ പഠിപ്പിച്ചു പോയോ അത് നടപ്പാക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അതാണ് ഖുർആൻ, അതാണ് സുന്നത്ത് പറയുന്നത്. അതാണ് 437 തവണ ഖുർആനിൽ ഈമാൻ എന്ന വിശ്വാസം എന്ന പദം പറഞ്ഞുകൊണ്ട് ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥന അല്ലാഹുക്ക് മാത്രം, ആരാധന അല്ലാഹുക്ക് മാത്രം, നേർച്ച അല്ലാഹുക്ക് മാത്രം, ജീവിതം അല്ലാഹുക്ക് മാത്രം, മരണം അല്ലാഹുക്ക് മാത്രം എന്ന തത്വം. അതാണ് ഇബ്രാഹിം ഇവിടെ സ്ഥാപിച്ച ആ മഹാതത്വം, ആ മഹാനിധി. ആ നിധി ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഉംറയ്ക്ക് വേണ്ടി വരുന്നവർ ഉംറയ്ക്ക് വേണ്ടി വരുന്നത്, ഹജ്ജിന് വേണ്ടി വരുന്നവർ ഹജ്ജിന് വേണ്ടി വരുന്നത്. എവിടുന്നോ കിട്ടിയത്? ഈ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരുന്ന മനുഷ്യനെ എന്താണ് അല്ലാഹ് ചെയ്യിപ്പിക്കുന്നത്, എന്താണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അതിൽ നിന്നിട്ട് തന്നെ കിട്ടുന്നു. ഒരു ഹജ്ജിന് വേണ്ടി വന്നാൽ, ഒരു ഉംറക്കാരൻ ഉംറയ്ക്ക് വേണ്ടി വന്നാൽ ഒരു മഖ്ലൂക്കിനെ പറയലുണ്ടോ? റസൂലുള്ളാഹിയുടെ സലാത്ത് അല്ലാതെ ഒരു മഖ്ലൂക്കിനെ പറയലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കല്ലിനെറിയ, കല്ലിന്റെ മുമ്പിൽ വെച്ചിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഹജ്ജൽ അസ്വദിന്റെ മുമ്പിൽ വെച്ചിട്ട് ഹജ്ജൽ അസ്വദ് ചുംബിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും സഈ ചെയ്യുമ്പോഴും ഇന്ന് മാത്രമല്ല, സഈ ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു, നിങ്ങൾ സഈ ചെയ്യാൻ വേണ്ടി സഫയുടെ മീതെ കയറി. അല്ലാഹു റസൂൽ പറയുന്നു, നിങ്ങൾ കഅബത്തിലേക്ക് മുന്നിടുക, എന്നിട്ട് കഅബത്തെ നോക്കുക, എന്നിട്ട് കൈപൊക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ നസറ അബ്ദ ഹസമ അൽ അഹ്സാബ വഹദ. മനപ്പാഠമില്ലെങ്കിൽ പുസ്തകം നോക്കിയിട്ടെങ്കിലും ചൊല്ലിക്കോടോ. പക്ഷേ പഠിക്കാനുള്ള പാഠം എന്താണ്? ഈ പദം പണ്ട് റസൂലുള്ളാഹി ചൊല്ലി. എവിടെ ചൊല്ലി? അതേ കഅബത്തിന്റെ അകത്തുള്ള ബിംബങ്ങളെ തകർത്തുമ്പോൾ ചൊല്ലി. കേട്ടില്ലേ? നമ്മുടെ നേതാവ് പണ്ട് ഈ മദീനത്തേക്ക് ഹിജറ വന്നിട്ട് 8 കൊല്ലം കഴിഞ്ഞ ശേഷം മക്കയെ റിപ്പബ്ലിക്കാക്കാൻ അള്ളാഹ് ചാൻസ് നൽകി. ആ ചാൻസ് നൽകിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് ചെന്നു. മക്കയിലേക്ക് ചെന്നിട്ട് കഅബത്തിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ മഹാനായ ഉസാമ കൂടെയുണ്ട്, മഹാനായ അലി കൂടെയുണ്ട്, മഹാനായ ഉസ്മാൻ ഇബ്നു തൽഹ കൂടെയുണ്ട്. അവരോട് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ഉസ്മാൻ തൽഹ വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ റസൂൽ അകത്ത് പ്രവേശിച്ചു. അകത്ത് പ്രവേശിച്ചിട്ട് എന്ത് ചെയ്തു? അവര് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിലുള്ള ബിംബം അവിടെയുണ്ട്. ആ ബിംബത്തിന്റെ കയ്യിൽ എന്തുണ്ട്? അവരുടെ കയ്യിലുള്ളതായ ഇരുമ്പ് കൊണ്ടുള്ളതായ അമ്പുണ്ട്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ഈ നിസ്സാര പുഞ്ചിരി തൂങ്ങി. ആ മഹാനായ ശൈഖുന ഇബ്രാഹിമും അതുപോലെ ഇസ്മായിലും ഇങ്ങനെയുള്ള തോന്നിയാസം കാട്ടാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ മക്കക്കാര് കാട്ടിക്കൂട്ടിയതാണ്. എന്നിട്ട് അലിയോടും ഉസാമയോടും കൽപ്പിക്കുന്നു തകർത്താൻ. റസൂലുള്ളാഹി അടക്കം അത് തകർത്തുന്നു. തകർത്തുമ്പോൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ നസറ അബ്ദ. അല്ലാഹ് അല്ലാഹുക്ക് മാത്രം പ്രാർത്ഥന, അല്ലാഹുക്ക് മാത്രം നേർച്ച, അല്ലാഹുക്ക് മാത്രം അറിവ് എന്ന തൗഹീദിന്റെ വചനം പറയുന്നു. പിന്നെന്ത് പറയുന്നു? നീ വാഗ്ദാനം ചെയ്തതായ വിജയം നൽകിയല്ലോ, നീ വാഗ്ദാനം പുലർത്തി റബ്ബേ, നീ സഹായം നൽകിയല്ലോ, നീ സഹായം നൽകി റബ്ബേ. ഈ റസൂലുള്ള പണ്ട് ചെയ്ത ആ മഹാപ്രയത്നത്തെ ഓർക്കാൻ വേണ്ടിയായിരിക്കാം ആജിയാരോട് ഉംറക്കാരനോട് റസൂൽ പറയുന്നു കൈ പൊക്കുക, കഅബത്തെ നോക്കുക. റസൂലുള്ള പണ്ട് പറഞ്ഞ അതേ പദം പറയുക. നോക്കൂ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നു? ഉംറയിലൂടെ റസൂലിലേക്ക് അടുപ്പിക്കുന്നു, ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നു, ദീനിന്റെ ചിഹ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്നു, നമ്മുടെ ഈമാൻ മുതൽ കൂട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ടാക്കി തരുന്നു. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നല്ലാതെ വെറുതെ ഒരു ചാൻസ് കിട്ടി ഉംറയ്ക്ക് പോയി വന്നു, ചെലവില്ലാതെ സംഗതി കഴിഞ്ഞു എന്നൊന്നും മനസ്സിലാക്കേണ്ടതല്ല. മറിച്ച് ഇത് മഹാ ഉത്തരവാദിത്തമാണ്, മഹാബാധ്യതയാണ്. നമ്മുടെ തലപ്പത്ത് അല്ലാഹ് കയറ്റി വെക്കാൻ തീരുമാനിച്ചതാണ്. എന്ത്? ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ചാൻസ് കിട്ടുന്ന മനുഷ്യന്മാർ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കണം എന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് വതസവ്വദൂ
ഹാജിമാരെ നിങ്ങൾ സമ്പാദിക്കുക, ഉംറക്കാരെ നിങ്ങൾ സമ്പാദിക്കുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും ഉത്തമമായ സമ്പാദ്യം അത് തഖ്വയാണ്. ഈ പുണ്യഭൂമിയിലൂടെ നേടാൻ പറ്റുന്നത് പോലെ എവിടുന്നും തഖ്വ നേടാൻ പറ്റൂല. എവിടെയും ഹജ്ജില്ല, എവിടെയും ഉംറയില്ല, എവിടെയും മഖാം ഇബ്രാഹിം ഇല്ല, എവിടെയും കഅബയില്ല, എവിടെയും ഈ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഇവിടെയുള്ളത് പോലെയില്ല. ഇനി മദീനയിലേക്ക് വരാമൾക്ക് നിങ്ങളൊന്ന് എണീറ്റ് നിന്നാൽ മതി. ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് കാണുകയാണ് ഇപ്പോൾ. എന്താണ് കാണുന്നത്? ഉഹദ് പർവ്വതം, ഉഹദ് പർവ്വതം. മദീനയിൽ മഹാചിഹ്നമാണ്. മദീനത്തെ പള്ളി കഴിഞ്ഞാൽ ഉഹദ് പർവ്വതം. അത് നമ്മെ സ്നേഹിക്കുന്നു, നാം അതിനെ സ്നേഹിക്കുന്നു. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയുന്ന അതിനെ നാം സ്നേഹിക്കുന്നു, നമ്മെ അതിനെ സ്നേഹിക്കുന്നു. എന്തേ? അത് ലോകത്തിലുള്ള രാഷ്ട്രങ്ങൾക്ക്, രാഷ്ട്രങ്ങളുടെ നേതാക്കൾക്ക്, ലോകത്തിലുള്ളതായ മുസ്ലിം കമാൻഡർമാർക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക്, മുസ്ലിം പ്രബോധകന്മാർക്ക്, മുസ്ലിം എഴുത്തുകാർക്ക്, മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ മഹാപാഠം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠം 70ഓളം സഹാബാക്കൾ ആ പാഠം ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്ത് ഛിന്ന ഭിന്നമായിട്ട് അവിടെയാണ് വലിച്ചെറിയപ്പെട്ടത്. നമ്മുടെ കണ്ണുള്ളുണ്ണികളായ നമ്മുടെ അനിശ്ചിത നേതാക്കളായ സഹാബാക്കൾ അങ്ങനെയുള്ള ആ ചിഹ്നങ്ങളെ ദൈനംദിനം കാണാനും ബാങ്ക് വിളിക്കുമ്പോൾ ദൈനംദിനം റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് ചിലപ്പോഴൊക്കെ പോകാനും നിസ്കരിക്കാനൊക്കെ ചാൻസ് കിട്ടിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കാതെ ശ്രദ്ധിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ എടാ മനുഷ്യ, നീ മരിക്കുമ്പോൾ മലക്കുകൾ ഇടിക്കും അടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ആരേ? സത്യനിഷേധികളായ അശ്രദ്ധയോട് കൂടി ജീവിച്ചവരെ ഖുർആൻ പറയുന്നു. മലക്കുകൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായികതു, മലക്കുകൾ അവരെ മരണപ്പെടുത്തുന്ന സമയത്തിൽ അവരോട് കാലു ചോദിക്കുന്നതാണ്, ഫീമ കുന്തും, എവിടുന്നടോ നീ വരുന്നത് എന്ന് ചോദിക്കും. ഒരു പക്ഷേ ഇത് സംഭവിക്കുന്നത് അല്പസമയം കഴിഞ്ഞിട്ടായിരിക്കാം. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആയസ്സിന് അള്ളാഹിന്റെ വഴിയിൽ അള്ളാഹ് നീട്ടിത്തരട്ടെ. നിങ്ങൾ ബേജാറാവാൻ വേണ്ടി പറയല്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ക്ലാസ് എടുക്കും പോലെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് കുറെ ഒരു സദസ്സിലുള്ള ആളെ പല ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഫോൺ വന്നു, മൗലവി നിങ്ങളോട് ചോദ്യം ചോദിച്ച മനുഷ്യൻ മരിച്ചു കേട്ടാണ്. അപ്പോൾ ആർക്കും പെട്ടെന്ന് പോകാം, ആരുടെ കൂടെയും മുൻ വിവരമില്ല. എപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മരിക്കുക? എൻ്റെ നിങ്ങളുടെ ഗതികേട് അറിയില്ല. ഞാൻ ധരിച്ച ഡ്രസ്സ് ഞാനാണോ മാറ്റുക അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യനാണോ മാറ്റുക എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഗതികേടിൻ്റെ ജീവിതമാണ് നാം ജീവിക്കുന്നത്. എന്നിട്ട് പോലും അശ്രദ്ധയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മ അള്ളാഹ് വിടൂല കേട്ടാ. അതുകൊണ്ടാണ് മലക്കുകൾ മരിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുമ്പിലേക്കും പിന്നിലേക്കും അടിപാസാക്കുമെന്നാണ് ഖുർആൻ പറയുന്നു. സത്യനിഷേധിയോട് എന്തടോ നീ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചില്ല? എന്തടോ നിനക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ വിവേകമുണ്ടായില്ലേ, ബുദ്ധി ഉണ്ടായില്ലേ? അള്ളാഹു അല്ലാത്ത ഷിട്ടികളാകുന്ന കാക്ഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക് കഴിവുണ്ട്, കൽപ്പുണ്ട്. അവർ അള്ളാഹിനോട് തുല്യപ്പെടുത്തി അള്ളാഹിനെ താഴ്ത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്നെ അല്ല അള്ളാഹ് സൃഷ്ടിച്ചത്. നിന്നെ നുതുഫയിൽ നിന്നിട്ട് ഇന്ദ്രിയത്തിൽ നിന്നിട്ട് അള്ളാഹ് സൃഷ്ടിച്ചതല്ലേ എന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് മലക്കൾ ഇടിയും അടിയും ആരംഭിക്കുന്ന രംഗം വരാൻ പോകുന്നുണ്ട്. മരണപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസികളായി ജീവിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആ കാര്യം ഓർത്തുകൊണ്ട് ജീവിക്കണം. അതാണ് നാം ഇതുവരെ പറഞ്ഞതുകൊണ്ട് വിവക്ഷ.